പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു പുതിയ പാഠഭാഗം പഠിക്കാം. സിനിമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ സിനിമയുടെ സാഹിത്യരൂപം, അതാണ് തിരക്കഥ. അത്തരത്തിലൊരു തിരക്കഥയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ടി വാസുദേവൻ നായരുടെ ഒരു ചെറുപുഞ്ചിരി. നിങ്ങൾ ചിലപ്പോൾ കണ്ട സിനിമയായിരിക്കും. വളരെ നല്ല ഒരു സിനിമയാണത്. അപ്പോൾ ടിയുടെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ടി മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ എന്നതിലുപരി പത്രാധിപരായിരുന്നു, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അവാർഡുകളിലൊന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അതുപോലെ പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, JC ദാനിയേൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1994 ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. പ്രധാനപ്പെട്ട കൃതികൾ മഞ്ഞ്, കാലം, നാലുകെട്ട്, രണ്ടാമൂഴം ഇവ നോവലുകളാണ്. പഞ്ചാഗ്നി, വൈശാലി, പെരുന്തച്ചൻ, പഴശ്ശിരാജ, ഒരു വടക്കൻ വീരകഥ, ഒരു ചെറുപുഞ്ചിരി എന്നിവ തിരക്കഥകളാണ്. നിരവധി ചെറുകഥകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വൈകാരിക മുഹൂർത്തങ്ങൾ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറുപുഞ്ചിരിയിലെ സീൻ 50 മുതൽ 55 വരെയുള്ള സീനുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ 2 വൃദ്ധ ദമ്പതിമാരെയാണ് ടി അവതരിപ്പിക്കുന്നത്. വാർദ്ധക്യത്തെ ആഹ്ലാദകരമായൊരു അനുഭവമാക്കി മാറ്റുകയാണ് അവരിവിടെ. ജോലിയുടെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിത സായാഹ്നങ്ങളെ ആനന്ദകരമാക്കാൻ പുറപ്പെടുന്ന വിദേശ സഞ്ചാരികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ മലയാളികൾക്ക് അങ്ങനൊരു ശീലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അവർക്ക് എങ്ങനെയാണ് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനാവുക? ഈ ചോദ്യത്തിന് വ്യത്യസ്തമായൊരു ഉത്തരം നൽകുകയാണ് ടി വാസുദേവൻ നായർ തൻ്റെ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലൂടെ. പ്രസിദ്ധ കന്നഡ സാഹിത്യകാരനായിരുന്ന ശ്രീ രമണയുടെ മിഥുനം എന്ന കഥയാണ് ഈ ചലച്ചിത്രത്തിന് ആധാരമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇതിലെ വൃദ്ധ ദമ്പതിമാർ. ഈ വൃദ്ധ ദമ്പതിമാർ എന്ന് പറയുന്നത് കുറുപ്പും അമ്മാളുവുമാണ്. കുറുപ്പും അമ്മാളുവും ഒരു ഗ്രാമത്തിൽ തനിച്ച് താമസിക്കുകയാണ്. മക്കളെല്ലാം ഉണ്ട്. മക്കൾ ദൂരെ സ്ഥലങ്ങളിലാണ്. ചിലർ ജോലിക്ക് പോയിരിക്കുകയാണ്, ചിലർ വിവാഹം ചെയ്ത് പോയിരിക്കുകയാണ്. വളരെയധികം കൃഷിയെ സ്നേഹിക്കുന്നവരാണ് കുറുപ്പ്. അയാളെ എല്ലാ വിധത്തിലും പിന്തുണയ്ക്കുന്നതാണ് അമ്മാളു. അപ്പോൾ കുറുപ്പിൻ്റെ ഭാര്യയാണ് അമ്മാളു. കുറുപ്പ് ഒരു കൃഷിക്കാരനാണ്. കൃഷിയിൽ എല്ലാ തരത്തിലും ഈ അമ്മാളു കുറുപ്പിനെ സഹായിക്കുകയാണ്. അമ്മാളുവും കുറുപ്പും കൂടിയുള്ള വാർദ്ധക്യകാല ജീവിതവും അവരുടെ സൗന്ദര്യ പിണക്കങ്ങളും പറയാതെ പറയുന്ന സ്നേഹവും കൂടിയതാണ് ഈ സിനിമ എന്ന് പറയാം. ഒറ്റ നോട്ടത്തിൽ മുരടനെന്ന് തോന്നിക്കുന്ന കുറുപ്പിൽ ദയയുടെ കടലിരിമ്പലുണ്ടെന്ന് സിനിമ പലപ്പോഴും നമ്മെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. കണ്ണൻ എന്ന നിസ്സഹായനായ ഒരു ബാലനെ പഠിപ്പിക്കുമ്പോഴും ജാനുവിന് ജോലി വാങ്ങിക്കൊടുക്കാൻ ശുപാർശ ചെയ്യുമ്പോഴും മാലതിയുടെ വിവാഹത്തിന് സഹായിക്കുമ്പോഴെല്ലാം ഈ കടലിൻ്റെ തിരതല്ലൽ നാം അറിയുന്നുണ്ട്. അപ്പോൾ പുറമേ ഒരു മുരുടനാണ് കുറുപ്പെന്ന് തോന്നുന്നുണ്ടെങ്കിലും പോലും അദ്ദേഹത്തിനുള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു കടലിരമ്പൽ നമുക്ക് കാണാൻ കഴിയും. കണ്ണൻ എന്ന ആ പയ്യനെ പഠിപ്പിക്കുമ്പോഴും അതുപോലെ ജാനുവിന് ജോലി വാങ്ങിക്കൊടുക്കാനായിട്ട് ശുപാർശ ചെയ്യുമ്പോഴും അതുമാത്രമല്ല മാലതിയുടെ വിവാഹത്തിന് സഹായിക്കുമ്പോഴുമെല്ലാം ഈ സ്നേഹത്തിൻ്റെ സ്ഥിരതല്ലൽ തന്നെയാണ് നമ്മൾ അറിയുന്നത്. ചെടികളോടും മരങ്ങളോടുമുള്ള കുറുപ്പിൻ്റെ സംഭാഷണം അയാളുടെ സമഭാവനയെയാണ് തെളിവാക്കുന്നത്. യൗവനം ശരീരത്തിലല്ല മനസ്സിനാണ് എന്നതുകൊണ്ടാണല്ലോ കണ്ണൻ്റെ വിസലൂതി കളിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്. സ്വത്ത് എന്തെങ്കിലും
എഴുതി വെക്കണമെന്ന് മാത്രം പ്രതീക്ഷിച്ച് തന്നെ നോക്കാനെത്തുന്ന സ്വന്തക്കാരിയെക്കുറിച്ച് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ ആ അനാഥത്വം നമുക്ക് ഉള്ളിൽ തട്ടുക തന്നെ ചെയ്യുന്നുണ്ട്. സീൻ 50 അമ്മാളുവും കുറുപ്പും ഒരു ഗ്രാമപാതയിലൂടെ നടന്നു പോകുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് ഉള്ളത്. അതിനിടയിൽ അമ്മാളു കുറുപ്പിനോട് ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ, കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിലും റെക്കോർഡ് വെച്ചിരുന്നു. 500 ആൾക്കായിരുന്നു സദ്യ. നിർത്തുമ്പോൾ തൊട്ട് 7 ദിക്കിൽ ഇന്ത്യൻ പട്ടട കമാനം MS സുബ്ലക്ഷ്മിയുടെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പഴയകാല വിവാഹ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ധാരാളം സൂചനകളെല്ലാം ഈ രംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കുറുപ്പിനെ ശുണ്ഠിക്കാരൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അമ്മാളുവിന് കുറുപ്പിനെ പേടിയായിരുന്നു. അപ്പോൾ കുറുപ്പ് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിൻ്റെ പേടി മാറിയതെന്ന്. അപ്പോൾ അമ്മാള് പറയുകയാണ്, ബസ്സിൽ പോയില്ലേ, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അടുത്തടുത്തിരുന്നപ്പോൾ കൂടി ഒന്നും നോക്കണില്ല, മുഖത്ത് ശുണ്ഠി തന്നെ. അപ്പോൾ അമ്മാളു ബസ്സിൻ്റെ മണം തട്ടിയപ്പോൾ വല്ലാതെ ഛർദ്ദിക്കാൻ വന്നു. അപ്പോൾ അതിലേറെ പേടി. അപ്പോൾ ആരും കാണാണ്ട് ഒരു ചെറുനാരങ്ങ കയ്യിൽ തന്ന് പറഞ്ഞില്ലേ, മണപ്പിച്ചോളൂ, ഛർദി വരില്ല. നോക്കുമ്പോൾ ഒരു ചിരി, ചെറിയൊരു പുഞ്ചിരി. അപ്പോൾ കുറുപ്പ്, വല്ലാത്തൊരു ഓർമ്മ. ആ ചിരി എന്നും ഞാൻ മറക്കില്ല. പേടിക്കേണ്ട, ഒരാളല്ല, ഒരു ചങ്ങാതി തന്നെയാണ് എന്ന് തോന്നിയത് ആ ചെറിയ ചിരി ചിരിച്ച നേരം തൊട്ടാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ വിവാഹത്തിൻ്റെ അന്ന് തുടങ്ങിയ ആ പുഞ്ചിരി അവസാനം വരെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ചുണ്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ടും ചുണ്ടിക്കാരനല്ല എന്ന് വിവാഹത്തിൻ്റെ അന്ന് തന്നെ അമ്മാളുവിന് മനസ്സിലാകുന്നുണ്ട്. അത് ആ ചെറുനാരങ്ങ കൊടുത്തത്, ഛർദ്ദിക്കാൻ പോകുമ്പോൾ ഒരു ചെറുനാരങ്ങ കയ്യിൽ കൊടുത്തതോടുകൂടി ആണ് അമ്മാളുവിന് കുറുപ്പിന് മനസ്സിലായത്. അവരെയൊക്കെ ഈശ്വരൻ വേഗം അങ്ങോട്ട് വിളിക്കാം, അതൊരു അനുഗ്രഹവും. എങ്ങനെ കഴിഞ്ഞതാണ്, മനുഷ്യാവസ്ഥയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് കുറുപ്പ് പറയുന്നുണ്ട്. ചിന്നമ്മണി അമ്മ കുളിമുറിയിൽ വീണ് അരക്കെട്ടൊടിഞ്ഞ് ആശുപത്രിയിലാണെന്ന് അമ്മാളു പറയുമ്പോഴാണ് ഈ ഒരു സംഭാഷണം കുറുപ്പ് നടത്തുന്നത്. ഈ വാർദ്ധക്യത്തിലും അവർ തമ്മിൽ പരസ്പരം നന്നായി സംസാരിച്ചിരുന്നു. അതിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഈ തിരക്കഥയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അമ്മാള് പറയുന്നുണ്ട്, ഞാനേ കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിച്ചിട്ട് ആലൂർന്ന് വന്ന ആലോചനയുടെ കാര്യം. കുറുപ്പപ്പോൾ ഗൗരവത്തിൽ, ഇനി അത് വിസ്തരിച്ചിട്ട് എന്താ കാര്യം, എൻ്റെ കൂടെ കഴിയാനായിരുന്നു തലയിലെഴുത്ത്, തീർന്നില്ലേ? ആലൂരിൽ നിന്ന് വന്ന കല്യാണാലോചന ഞാൻ വെറുതെ പറഞ്ഞൊന്നും, എനിക്ക് ആദ്യമായിട്ട് വന്ന കല്യാണാലോചന ഇവിടെ നിന്ന് തന്നെയായിരുന്നു, കുറിപ്പിൻ്റെ തന്നെ ആയിരുന്നുവെന്നും പിന്നീട് അമ്മാളു കുറിപ്പിനോട് പറയുമ്പോൾ അതെനിക്ക് അറിയാമായിരുന്നുവെന്നും പറയാതിരുന്നതാണ് എന്നും കുറിപ്പ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. രസം കളയാണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുന്ന ഒരു രംഗം കൂടി സിനിമയിലുണ്ട്. കുറിപ്പ് ഭക്ഷണം ഇത്തിരി കൂടുതൽ കഴിച്ചെന്ന് തോന്നുന്നു അമ്മാളുവിന്. അതുകൊണ്ട് രാത്രി പൊടിയരിക്കഞ്ഞി മാത്രം കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് കുറിപ്പ് മിണ്ടുന്നില്ല, മയങ്ങാൻ കിടക്കുകയാണ്. ആ ഉറക്കത്തിൽ കുറിപ്പ് മരണപ്പെടുകയാണ്. മരണത്തെ തുടർന്ന് മക്കളെല്ലാം വരുന്നുണ്ട്. ഓരോ മക്കളും അമ്മയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമ്മാളു അവരുടെയൊന്നും കൂടെ പോവാൻ തയ്യാറല്ല. അമ്മാളു ആത്മകഥമായി പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ ഈ ചുറ്റുവട്ടത്ത് എപ്പോഴും ഉണ്ടാവും, എനിക്കൊരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ എന്ന് ആത്മകഥമായിട്ട് അമ്മാളു പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അമ്മാളു പറയുന്നത്, എല്ലാ സ്ത്രീകളെയും പോലെ മംഗല്യത്തോടെ മരിക്കുക അവരുടെ പ്രാർത്ഥന ആയിരുന്നില്ല എന്നാണ്. കുറിപ്പിൻ്റെ രീതികൾ അമ്മാളുവിനോളം മറ്റാർക്കും അറിയില്ല. കഷ്ടപ്പെടാതെ പോയതിന് ഭാഗ്യത്തിൽ അവർക്ക് ആശ്വാസമാകുന്നു. സ്നേഹത്തിൻ്റെ ഉന്നതമായ ഒരവസ്ഥയിൽ മാത്രമേ ഈ ചിന്ത ഉണ്ടാവുകയുള്ളൂ. താൻ ഉള്ളപ്പോൾ തന്നെ ഭർത്താവ് മരിക്കണമെന്ന് തന്നെയായിരുന്നു അമ്മാളു ആഗ്രഹിച്ചിരുന്നത്. മാലതിയോടായിട്ട് അത് പറയുന്നുമുണ്ട്. കുട്ടിക്ക് അത് മനസ്സിലാവില്ല. രാത്രി പാതിരാക്കാവും, വയറ്റിൽ കോള്, അപ്പോൾ മോര് വേണം, രാസ്നാദിപ്പൊടി ഇട്ടില്ലെങ്കിൽ കുളിച്ചാൽ നിരളക്കം, തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ, ആഹാരം ചിലതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല,
ഞാനില്ലാത്തപ്പോൾ ഇതൊക്കെ ആരാ അറിഞ്ഞു ചെയ്യുക? ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയം ഉണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയി, ഭാഗ്യം. അന്ന് അമ്മാളു തൂണ് പിടിച്ചു നിന്ന് തേങ്ങിക്കരയുന്ന ഒരു രംഗം കൂടിയുണ്ട്. ഇത് കണ്ട് കണ്ണൻ പറയുന്നുണ്ട്, നേരത്തെ മരിച്ചത് ഭാഗ്യമായി എന്നല്ലേ വല്യമ്മ പറഞ്ഞത്? അപ്പോൾ മാലതി പിന്നെന്തിനാ വല്യമ്മ കരയണതെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാലതി, അത് നിനക്ക് മനസ്സിലാവില്ല കണ്ണ എന്നാണ് മറുപടിയായി പറയുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ് കുറുപ്പായി രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ മികച്ചു നിൽക്കുന്നതായിട്ട് ഈ സിനിമയിൽ കാണാം. അതിന് അദ്ദേഹത്തിന് കേരള സർക്കാരിൻ്റെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും നേടിക്കൊടുത്തു. അമ്മാളുവിൻ്റെ വേഷം നിർമ്മല ശ്രീനിവാസൻ ആണ് ചെയ്തത്. നാടകരംഗത്തെ വേണുക്കുട്ടൻ നായർ അവതരിപ്പിച്ച ഗോവിന്ദൻ, കണ്ണൻ്റെ വേഷമിട്ട വിഘ്നേഷ്, എഡിറ്റിംഗ് നിർവഹിച്ച ബീന പോൾ, സർവോപരി MTയുടെ തിരക്കഥയും സംവിധാനവും ചിത്രം ഏറ്റവും മികച്ചതാക്കി മാറ്റി. ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. ആ വൃദ്ധ ദമ്പതിമാരുടെ ജീവിതം എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ഒപ്പിയെടുത്തിരിക്കുന്നത്. വാർദ്ധക്യത്തിലും പരസ്പരം സംസാരിച്ചും ചിരിച്ചും കളിച്ചും നടക്കുന്ന രണ്ട് വ്യക്തികൾ, അവരുടെ ജീവിതം തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാം. ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനുള്ള ചോദ്യമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലായിട്ട് ഈ കാലത്ത് വൃദ്ധസദനങ്ങൾ അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഉപന്യാസം എഴുതാനോ മറ്റോ ചോദിക്കാം. വൃദ്ധസദനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ ഉണ്ടായി വരുന്ന വൃദ്ധസദനങ്ങളെ കാണാം. ചലച്ചിത്ര താരങ്ങൾ പോലും മക്കൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന നമ്മൾ വാർത്തകളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രായമാവുമ്പോൾ പലർക്കും മക്കളെ അച്ഛനമ്മമാരെ വേണ്ടാതാകുന്ന ഒരു ചുറ്റുപാട് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നിരവധി സിനിമകളിലും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വാർദ്ധക്യം ഒരു ശാപമാണോ എന്ന് ചോദിച്ചാൽ വാർദ്ധക്യം ഒരു ശാപമല്ല. വാർദ്ധക്യത്തെ സന്തോഷത്തോടെ വരവേൽക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പുതിയൊരു പാഠവുമായി അടുത്ത് തന്നെ കാണാം. എല്ലാവർക്കും നമസ്കാരം. നന്നായി പഠിക്കുക. പരീക്ഷ അടുത്തെത്തിക്കഴിഞ്ഞു.